Hari Om and good morning. Welcome to the online class of Chinmaya Mission College. നമ്മൾ പ്രോബബിലിറ്റിയിലാണ് നിർത്തിയിരിക്കുന്നത്. സോ വി ഹാവ് ടു കണ്ടിന്യൂ ദ പ്രോബബിലിറ്റിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെർമ്യൂട്ടേഷൻ അതെന്താന്ന് പറഞ്ഞു. NPR എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്, ഞാൻ കാൽക്കുലേറ്ററിൽ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്, അത് സയൻറ്റിഫിക് കാൽക്കുലേറ്ററാണ് അത് പറ്റുള്ളൂ. അതുണ്ടായ കുറേ കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ടാണ് ഇല്ലാത്ത കുട്ടികൾ ആരുടെയെങ്കിലും കയ്യിലൊക്കെ ഉണ്ടോയെന്നൊന്ന് ചോദിക്കുക. ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഒന്ന് തരുമെന്നൊക്കെ ചോദിച്ചാൽ പലരും അത് തരും. കാരണം അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ അത് തരും അവർ. ആ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് NPRന് ദാറ്റ് മീൻസ് പെർമ്യൂട്ടേഷൻ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. ചിലപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇന്നുവരെ കണ്ടിട്ടില്ല. വാട്ട് ഈസ് ദ പെർമ്യൂട്ടേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്? അങ്ങനെ ഒരു ചോദ്യം ഇങ്ങോട്ട് ഞങ്ങൾ ഏതോ ഒരു പേപ്പറിൽ BComകാരുടെ എനിക്ക് ഉറപ്പൊന്നുമില്ല, ഇതിലോ കണ്ടിട്ടുണ്ട്. കോമ്പിനേഷനാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. കോമ്പിനേഷനിൽ നിന്നല്ല ചോദ്യം നമുക്ക് ആവശ്യം അത് പ്രോബബിലിറ്റിയിലേക്കുള്ള അതിൻ്റെ ആപ്ലിക്കേഷനാണ്. എങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് എന്ന് ഒന്ന് കാണും നിങ്ങൾ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതേ, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു കിങ് കിട്ടണം, ഒരു പാക്ക് ഓഫ് കാർഡ്സിൽ നിന്ന് ഒരു കിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഞാൻ പറഞ്ഞു 4/52 ആണ് പ്രോബബിലിറ്റി ഓഫ് എ കിങ്. ശരിയല്ലേ? 4 കിങ് ഉണ്ട്. അതിൽ നിന്നാണ് ഒരെണ്ണം കിട്ടേണ്ടത്. 52 കാർഡ് ഉണ്ട്, അതിൽ നിന്നുമാണ് ഒരെണ്ണം കിട്ടേണ്ടത്. ശരിയല്ലേ? ആക്ച്വലി ഇത് ഇങ്ങനെയല്ല എഴുതേണ്ടത്. ഈ 4 എന്നുള്ളത് കിട്ടിയത് എങ്ങനെയാണെന്ന് നോക്കും. ഇതാണ് ഇതിൻ്റെ ഫോർമുല. 4C1 4 നിന്നും ഒരെണ്ണം ബൈ 52C1 52 നിന്നും കോമ്പിനേഷൻ്റെ ഫോർമുലയിൽ ഒരെണ്ണം എടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 1 വരികയാണെങ്കിൽ അത് ഞാൻ ഈ ബുക്കിൽ നോക്കി വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. 4C1 എന്ന് പറഞ്ഞാൽ അതേ സംഖ്യ തന്നെ 4. 9C1 എത്രയാണ്? അതേ സംഖ്യ തന്നെ. 8C1 അതേ സംഖ്യ തന്നെ. ഇത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. 1-2 കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടത് നോക്കൂ. NC0 എന്ന് പറഞ്ഞാൽ 1 ആണ്. NC1 എന്ന് പറഞ്ഞാൽ n തന്നെയാണ്. ദാറ്റ് ഈസ് 4C1 4, 5C1 5, 8C1 8 അങ്ങനെ വരുന്നു. ഇനി NCN എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. 4C4 1 ആണ്. 4C4 1 ആണ്. 5C5 1 ആണ്. 9C9 1 ആണ്. അതുകൊണ്ട് അത്രയല്ല നമുക്കറിയേണ്ടത് 4C1 എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്. അപ്പോൾ ഒരെണ്ണം ആയതുകൊണ്ടാണ് നമ്മൾ ഈ 4C1 4 തന്നെയാണ്. 52C1 52 ആണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തത്. ആക്ച്വലി ഇങ്ങനെ എഴുതിയിട്ട് വേണത് എഴുതാനായിട്ട്. കേട്ടല്ലോ? കോമ്പിനേഷനിൽ 4 നിന്ന് നമ്മൾ ഒരു കാർഡാണ് എടുക്കുന്നത്. 4 നിന്നും ഒരെണ്ണം കിട്ടാനുള്ള സാധ്യത ബൈ 52 നിന്നും ഒരെണ്ണം കിട്ടാനുള്ള സാധ്യത. ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. അതുപോലെ ഒരു ഡൈ റോൾ ചെയ്യുമ്പോൾ എനിക്കൊരു 5 എന്നൊരു സംഖ്യ കിട്ടണമെങ്കിൽ എത്ര 5 ഉണ്ട്? അതിൽ ഒരു 5 ഉള്ളൂ. കേട്ടല്ലോ? അപ്പോൾ ഒരു 5 നിന്നും ഒരെണ്ണം കിട്ടണം ബൈ 6 മുഖങ്ങളുണ്ട്, 6 റിസൾട്ട് ഉണ്ട്, അതിൽ നിന്നും ഒരെണ്ണം കിട്ടണം. ഇതാണ് 1C1. ഇത് രണ്ടും സെയിം ആണെങ്കിൽ എന്താന്നാ പറഞ്ഞേ? അത് ആ സംഖ്യ തന്നെ. കേട്ടല്ലോ? ഏത് സംഖ്യയും 1 ആണെങ്കിൽ അതേ സംഖ്യ തന്നെ ബൈ 6C1 6. അതാണ് ഈ 1/6 എന്ന് പറഞ്ഞത്. ഒന്നിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഈ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കണം. ഒരെണ്ണാണെങ്കിൽ നിങ്ങൾക്ക് 4/52 എന്ന് എഴുതാം. 2 എണ്ണാണെങ്കിൽ 4C2/52C2 എന്ന് എഴുതണം. 3 എണ്ണാണെങ്കിൽ 4C3/52C3 എന്ന് എഴുതണം. 4 എണ്ണാണ് വേണമെങ്കിൽ 4C4/52C4 എന്നാണ് കാണേണ്ടത്.
ഒരെണ്ണത്തിൻ്റെ കേസിൽ മാത്രമാണ് നമ്മളിത് ഇങ്ങനെ പെറുക്കിയെടുത്ത് എഴുതുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. കാരണം 4C1 എന്ന് പറഞ്ഞ് 4 ആണ്, 52C1 എന്ന് പറഞ്ഞ് 52 ആണ്. അതുകൊണ്ടാണ് നമ്മളത് ഇത്ര ദിവസം എഴുതാതിരുന്നത്. അതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഇനി ഒന്നിനേക്കാൾ കൂടുതലായിട്ട് കാണാൻ പോവാണ്. അപ്പോൾ കോമ്പിനേഷൻ അപ്ലൈ ചെയ്യണം. കോമ്പിനേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദി സയന്റിഫിക് കാൽക്കുലേറ്റർ. അതർവൈസ് യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദീസ് ലോഗരിതം ബുക്ക്. ലോഗരിതം ബുക്കിൽ അപ് ടു 10 വേരിയബിൾ. മോസ്റ്റ് പ്രോബബ്ലി ക്വസ്റ്റ്യൻസ് വിൽ ബി അണ്ടർ 10 നമ്പേഴ്സ്. 10 നമ്പറിൻ്റെ താഴെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഇൻ കേസ് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, അതിനാണ് ഞാൻ പറഞ്ഞത് എത്ര വലിയ സംഖ്യ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്ററിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. നമ്മളിതിൽ ശരിയായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് വരികയാണ്. പിന്നെ ഞാൻ പറഞ്ഞതാണ് അഡീഷൻ റൂളും സബ്ട്രാക്ഷൻ റൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം അത് ആ തിയറി അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ തിയറംസ് ഓഫ് ദ പ്രോബബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൺ ഈസ് അഡീഷണൽ റൂൾ ആൻഡ് ദ അതർ വൺ ഈസ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ. ഇൻ ദ കേസ് ഓഫ് ദ അഡീഷൻ റൂൾ ദർ ആർ ടു പോസിബിലിറ്റീസ്. വൺ ഈസ് ഇഫ് ദ ഈവൻസ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, probability of A union B is equal to probability of plus probability of B. If the events are not mutually exclusive, probability of A union B is equal to probability of A plus probability of B minus probability of A intersection B. ഇതാണ് അഡീഷൻ റൂൾ. മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി. രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് സംഭവിക്കുന്നു എങ്കിൽ അപ്പോൾ നമ്മൾ പറയുന്നു പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. കേട്ടല്ലോ. അഡീഷൻ റൂളിൽ യൂണിയൻ ആണ് ഉപയോഗിക്കുന്നത്. അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ഐദർ ഓർ. ഇതാണ് ചോദ്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഐദർ ഓർ എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം ഐദർ എന്ന് വേണ്ട, ഓർ എന്ന് മാത്രമാണെങ്കിൽ ദാറ്റ് ഈസ് മെന്റ് ഫോർ അഡീഷൻ. ആൻഡ് അഡീഷൻ മീൻസ് യൂണിയൻ. യൂണിയൻ ദർ ആർ ടു പോസിബിലിറ്റീസ്. വൺ ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് അതർ വൺ ഈസ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മറ്റൊന്ന് രണ്ടാമത്തേത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ റൂളാണ്. In the case of the just like the addition rule, multiplication rule is also having two possibilities. One is dependent and other one is independent. If the two events are independent, that means the former one is not influencing the latter one. ആദ്യം സംഭവിച്ചു പിന്നീട് വരുന്നതിനെ സ്വാധീനിക്കുന്നില്ല എങ്കിൽ that means they are independent. രണ്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞത്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. അടുത്തത് ഇഫ് ദേ ആർ ഡിപ്പെൻഡന്റ്, ആദ്യത്തേത് രണ്ടാമത്തേനെ സ്വാധീനിക്കുന്നു എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആഫ്റ്റർ ഹാപ്പനിങ് എ. എ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ബി എത്രയാണോ അതാണ് എടുക്കുന്നത്. ഇത് രണ്ടുമാണ്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ആൻഡ് എന്നാണ് ചോദ്യത്തിൽ എങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ഇന്റർസെക്ഷൻ ആണ്, ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം ഞാനൊന്ന് വായിക്കുന്നു. A committee is to be constituted from 5 economists and 4 statisticians. Full stop. 3 persons should be selected to the committee. What is the probability? ഒന്നാമത്തേത് 3 economists, രണ്ടാമത്തേത് 3 statistician, മൂന്നാമത്തേത് 2 economists and 1 statistician, നാലാമത്തേത് 2 statistician and 1 economist. ഒരൊറ്റ മിനിറ്റ് കേട്ടോ, ഒരൊറ്റ മിനിറ്റ്. യെസ്, ശ്രദ്ധിക്കും. ആ പാനി കറക്റ്റായിട്ട് എഴുതുന്നില്ല, വേറൊരു പാന കിട്ടിയില്ല. പോട്ടെ. എ കമ്മിറ്റി ഈസ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. കമ്മിറ്റിയുടെ സ്പെല്ലിംഗ് തന്നെ ശ്രദ്ധിക്കുക, അവിടെ തന്നെ നിങ്ങൾ തെറ്റ് വരുത്തും. CO MMITTEE അതാണ് അതിൻ്റെ സ്പെല്ലിംഗ്. CO MMITTEE അതാണ് കമ്മിറ്റി.
ഒരു കമ്മിറ്റി രൂപം കൊടുക്കണം, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒരു കമ്മിറ്റിയിൽ എത്ര ആളിൽ നിന്നാണ്? 5 ഇക്കോണമിസ്റ്റും 4 സ്റ്റാറ്റിസ്റ്റീഷ്യനും. ഒന്നുകിൽ ഈ ബഡ്ജറ്റിന്റെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ഈ ഇക്കണോമിക്സിനോട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഭരണതലത്തിൽ നിന്ന് ഒരു 5 ഇക്കോണമിസ്റ്റ്. നമുക്ക് ഇക്കോണമിസ്റ്റ് ആയിട്ടുള്ള വളരെ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ 4 സ്റ്റാറ്റിസ്റ്റീഷ്യനും. ആകെ എത്ര ആളുണ്ട്? 5 4 9 ആളുണ്ട്, മറക്കരുത്. 9 അത് ടോട്ടൽ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവണം. അങ്ങനെ 5 ഇക്കോണമിസ്റ്റും 4 സ്റ്റാറ്റിസ്റ്റീഷ്യനും. ഇക്കോണമിസ്റ്റിന്റെ എണ്ണം 5, സ്റ്റാറ്റിസ്റ്റീഷ്യന്റെ എണ്ണം 4. അങ്ങനെയുള്ള ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കണം. അല്ല, അത് ഉൾപ്പെടുന്നതായ ഈ 9 ആളിൽ നിന്നും തെരഞ്ഞെടുക്കുന്നവർ ഉൾപ്പെടുന്നതായ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. 3 persons ഷുഡ് ബി സെലക്ടഡ് ടു ദ കമ്മിറ്റി. 3 ആളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഈ 5 4 9 ആളിൽ നിന്നും 3 ആളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? 1, തിരഞ്ഞെടുക്കുന്ന 3 ആൾ ഇക്കോണമിസ്റ്റ് ആവണം. അതിന്റെ പ്രോബബിലിറ്റി എന്ത്? 2, തിരഞ്ഞെടുക്കുന്ന 3 ആൾ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആകണം. 3, തിരഞ്ഞെടുക്കുന്ന ആ 3 ആളില് 2 ഇക്കോണമിസ്റ്റും 1 സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആകണം. 4-മത്തേത് 2 സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആൻഡ് എന്ന് കണ്ടില്ലേ, 1 ഇക്കോണമിസ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യത്തേത് ചെയ്യാൻ പോവാണ്. പ്രോബബിലിറ്റി ഓഫ് 3 ഇക്കോണമിസ്റ്റ് നമ്മൾ എഴുതിവിടെ. പ്രോബബിലിറ്റിയും കണക്ക് മനസ്സിലായി കഴിഞ്ഞത് ചെയ്യാനൊന്നുമില്ല. ഓഫ് 3 ഇക്കോണമിസ്റ്റ്, 3 ഇക്കോണമിസ്റ്റിനെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇക്കോണമിസ്റ്റ് എന്ന് പറയുമ്പം ഇക്കോണമിസ്റ്റുകളുടെ എണ്ണാണ് നമുക്ക് അറിയേണ്ടത്. എത്ര ആളുണ്ട്? 5 ആളുണ്ട്. ആ തെരഞ്ഞെടുക്കുന്ന 3 ആളും എന്തായിരിക്കണം? ഇക്കോണമിസ്റ്റ് ആയിരിക്കണം. ഈ 5 ആളിൽ നിന്നാണ് 3 ആളെ എടുക്കേണ്ടത്. ഉടനെ തന്നെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് എഴുതി. 5C3 ബൈ ആകെ എത്ര ആളുണ്ട്? 9C3. 5C3 by 9C3 is equal to. നമുക്ക് ഇതിൽ ബുക്കിൽ നോക്കി കണ്ടുപിടിക്കാം. ഇതാണ് ഏറ്റവും നല്ലത്. 5C3 എത്രയാണ്? 10. കേട്ടല്ലോ, 5ന്റെ നേരെ NC3 10. 9C3 എത്രയാണ്? 84. നമ്മുടെ ഉത്തരം കിട്ടി 10/84. എത്ര പെട്ടെന്ന് കിട്ടിയെന്നറിയാം നമുക്ക് ഒന്നാമത്തെ ഉത്തരം. 5 ആളിൽ നിന്നിട്ട് ഇക്കോണമിസ്റ്റിന്റെ സാധ്യത 5 ആണ്. അതിൽ നിന്നും 3 ആള്. ഇത് ഒരാളാണെങ്കിൽ നമ്മൾ 5/9 എന്ന് എഴുതുള്ളൂ. 3 ആളായപ്പോൾ 5C3 കോമ്പിനേഷൻ കണ്ടുപിടിച്ചു, ബുക്കിൽ നോക്കി കണ്ടുപിടിച്ചു. ഇല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തു, കാൽക്കുലേറ്ററിൽ നോക്കിയിട്ട് എവിടെയോ കാൽക്കുലേറ്റർ വെച്ചിരുന്നല്ലോ. ഒരു മിനിറ്റ് കാൽക്കുലേറ്റർ എവിടെ? അങ്ങനെയല്ല, ഒരു കുട്ടി പറയണ എൻ്റെ കയ്യിൽ ആ ടേബിൾ ഇല്ല സാർ എന്ന് പറഞ്ഞാൽ അതാ നോക്കൂ. 5C3 കാണണം. 5 NCR 3 is equal to 10. കണ്ടല്ലോ, 10. 10.000. ഞാൻ 0 ഒന്ന് കളഞ്ഞോട്ടെ. ഇതൊരു ശല്യമായിരിക്കുന്നത്. ഞാനിത് പലവട്ടം ആലോചിച്ചതാണ്, എന്നിട്ട് അത് മറന്നു പോണതാണ്. മോഡിലേക്ക് പോവാം. 2ൽ എടുത്തു, കൊടുത്തു, ക്ലിയർ കൊടുത്തു. അത് വേണ്ട. മോഡ് കൊടുത്തു, 1 കൊടുത്തു. അടുത്തത് മോഡ് കൊടുത്തു, 1 കൊടുത്തു. മെമ്പേഴ്സും ക്ലിയർ ചെയ്തു. ഇനി മോഡ് കൊടുത്തു, 3 കൊടുത്തു. റീസെറ്റ് ഓൾ. അപ്പം എല്ലാം റീസെറ്റ് ചെയ്യുമെങ്കിൽ കഴിഞ്ഞു. ഇനി എത്രയിലാണ് അവ കിടക്കുന്നത്? ഓക്കെ, മോഡിൽ വേണ്ട, ഓളിൽ വേണ്ട. ഇനി ഇങ്ങനെ നിൽക്കട്ടെ, നേരം കളയണം. അപ്പം 5C3 കണ്ടില്ലേ, 10 കിട്ടി. 9C3 ഇവിടെ നോക്കണം. 9 കാണാനില്ല. 9 NCR 3 is equal to നമുക്ക് കിട്ടി 84. നമ്മുടെ 84 ഇവിടുത്തെ കിട്ടി. കണ്ടല്ലോ, എത്ര എളുപ്പത്തിൽ കിട്ടി. ഇതിലാണെങ്കിലും പെട്ടെന്ന് കിട്ടും. പക്ഷെ ഏറ്റവും നല്ലത് നിങ്ങൾ എപ്പോഴും ഈ ടേബിൾ ഉപയോഗിച്ചാൽ ഈ കുത്താനും പിടിക്കാനൊന്നും നോക്കണ്ട, പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. ഒന്നാമത്തേൻ്റെ ഉത്തരം കഴിഞ്ഞു. രണ്ടാമത്തേത് പ്രോബബിലിറ്റി ഓഫ് 3 സ്റ്റാറ്റിസ്റ്റീഷ്യൻ.
സ്റ്റാറ്റിസ്റ്റീഷ്യനെ കിട്ടാനുള്ള സാധ്യതയാണ് നോക്കുന്നത്. 3 ആളും സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആകണം. എത്ര ആള് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഉണ്ട്? 4 ആള്. അപ്പം നമ്മൾ എഴുതി 4C3. ആകെ എത്ര ആളുണ്ട്? 9C3. 4C3 ഇതിൽ നോക്കി നമ്മൾ എത്രയാണെന്ന് നോക്കി. 4ന്റെ നേരെ C3 നോക്കി 4 തന്നെ. 4C3 എത്രയാണ് കിട്ടിയത്? 4 തന്നെ. അപ്പം നമ്മൾ എഴുതി 4/9C3 നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് 84. അതും കഴിഞ്ഞു. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് 2 ഇക്കോണമിസ്റ്റ് ആൻഡ് 1 സ്റ്റാറ്റിസ്റ്റീഷ്യൻ. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 3 ആളെ എടുക്കാൻ നമുക്ക്. 2 ആള് ഇക്കോണമിസ്റ്റും 1 ആള് സ്റ്റാറ്റിസ്റ്റീഷ്യൻ. ഈ ആൻഡ് വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. ഇത് രണ്ടും തമ്മില് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. 2 എണ്ണാണ് ഇക്കോണമിസ്റ്റിൽ നിന്ന് 2 ആള്. ആകെ എത്ര ഇക്കോണമിസ്റ്റ് ഉണ്ട്? 5 ഇക്കോണമിസ്റ്റ് ഉണ്ട്. 5ൽ നിന്നും 2 ആള് ഇൻറ്റു 1 സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. എത്ര സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഉണ്ട്? 4 സ്റ്റാറ്റിസ്റ്റീഷ്യൻ. 4ൽ നിന്നും 1 ആള്. ആകെ എത്ര ആളുണ്ട്? 9ൽ നിന്നും 3 ആള്. കണ്ടല്ലോ. 5ൽ നിന്നും 5 ഇക്കോണമിസ്റ്റിൽ നിന്നും 2 ഇക്കോണമിസ്റ്റിനെ ആൻഡ് എന്നുള്ളതിന് പകരം ഇൻറ്റു 1 സ്റ്റാറ്റിസ്റ്റീഷ്യൻ. 4 സ്റ്റാറ്റിസ്റ്റീഷ്യനിൽ നിന്നും 1 ആളെ ബൈ ആകെ എത്രയുണ്ട്? 9C3. 9 ആളിൽ നിന്നും എത്ര ആളെ തിരഞ്ഞെടുക്കുന്നു? 3 ആളെ. ആദ്യം തന്നെ 5C2 കാണാം. 5ന്റെ നേരെ C2 നോക്കി എത്ര കിട്ടിയത്? 10 കിട്ടി. 5C2 10 കിട്ടി ഇൻറ്റു 4C1. ഒരാളാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അതേ സംഖ്യ തന്നെ. 4C1 കാണേണ്ട കാര്യമില്ല, 4 തന്നെ ബൈ 9C3 നമ്മൾ കണ്ടിട്ടുണ്ട് 84. ദാറ്റ് ഈസ് ഈക്വൽ ടു 40/84. അതിൻ്റെ ഉത്തരം കിട്ടി. അടുത്തത് ലാസ്റ്റ് വൺ എന്താണ്? 2 സ്റ്റാറ്റിസ്റ്റീഷ്യനും 1 ഇക്കോണമിസ്റ്റും. പ്രോബബിലിറ്റി ഓഫ് 2 സ്റ്റാറ്റിസ്റ്റീഷ്യനും ആൻഡ് 1 ഇക്കോണമിസ്റ്റും എങ്കിൽ 2 സ്റ്റാറ്റിസ്റ്റീഷ്യൻ. ആകെ എത്ര സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഉണ്ട്? 4 സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഉണ്ട്. ആ 4ൽ നിന്നും എത്ര എടുക്കുന്നത്? 2 ആളെ എടുക്കണം. ആൻഡ് എന്നുള്ളതിന് പകരം എന്ത് എഴുതി? ഇൻറ്റു കൊടുത്തു. 1 ഇക്കോണമിസ്റ്റിനെയാണ് നമ്മൾ എടുക്കുന്നത്. എത്ര ഇക്കോണമിസ്റ്റിൽ നിന്നും? 5ൽ നിന്നും 1 ആളെ എടുക്കണം. ആകെ എത്ര ആളുണ്ട്? 9C3. ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം 4C2 കാണണം. 4C2 എത്ര കിട്ടിയത്? 6 കിട്ടി. അതിലുണ്ട് 6. 6 ഇൻറ്റു 5C1 എത്രയാ? 5 തന്നെ ബൈ 9C3. നമ്മൾ നേരത്തെ തുടക്കം തൊട്ടേ 9C3 കാൽക്കുലേറ്റ് ചെയ്യണതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30/84. കഴിഞ്ഞു. പ്രോബ്ലം കഴിഞ്ഞു. പ്രോബ്ലം വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. ഓക്കെ, ഞാനിതിങ്ങനെ നിർത്താതെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടിരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരു പ്രാവശ്യം ഇത് ചെയ്തു നോക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. രണ്ടാമത്തേത്. അടുത്തത് നോക്കൂ. A university has to select an examiner from 50 persons. ഒരു യൂണിവേഴ്സിറ്റിക്ക് ഒരാളെ സെലക്ട് ചെയ്യണം. എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്കായിരിക്കും. ഒരു കമ്മിറ്റിയുടെ ഹെഡാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഒരാളെ സെലക്ട് ചെയ്യണം. എത്ര ആളിൽ നിന്നാണ്? 50 ആളിൽ നിന്ന്. ഔട്ട് ഓഫ് 50 വി ഹാവ് ടു സെലക്ട് 1 person. ആ 50% ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാ പ്രത്യേകതകൾ? 20 of them are women and 30 men. 50 ആളാണുള്ളത്. അതിൽ 20 of them are women. 20 ആളും സ്ത്രീകളാണെങ്കിൽ ബാക്കിയുള്ള 50ൽ ബാക്കി 20 കഴിച്ചാൽ എത്ര ആളുണ്ട്? 30 ആളും ആണുങ്ങളാണ്. പിന്നെന്താ പറഞ്ഞത്? 10 of them know Hindi and 40 do not know Hindi. 10 ആള്, ആ 50ൽ 10 ആൾക്ക് ഹിന്ദി അറിയാം. അങ്ങനെ വരുമ്പോൾ ബാക്കി എത്ര ആളുണ്ട്? 40 ആളുണ്ട്, അവർക്ക് ഹിന്ദി അറിയില്ല. 10 ആൾക്കേ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അറിയില്ല എന്നർത്ഥം. 40 ആൾക്ക് ഹിന്ദി അറിയില്ല. കഴിഞ്ഞില്ല. 15 of them are teachers and the remains are not. 15, ഈ 50ൽ 15 ആളും they are teachers and the remains are not teachers. ബാക്കിയുള്ളവർ ടീച്ചർമാരല്ല. ബാക്കി എത്ര ആളുണ്ട്? 35 ആളുണ്ട്. 50ൽ 15 ആള് ടീച്ചർമാരാണ്, ബാക്കി 35 ആളും ടീച്ചർമാരല്ല. ഇത്രയും വെച്ചുകൊണ്ട് പറയണം
ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, 50 ആളിൽ നിന്നിട്ടാണ് നമുക്ക് ഒരാളെ കിട്ടേണ്ടത്. ആ 50 ആളിൽ 20 ആൾക്ക് എന്തറിയാം, ഈ 20 ആള് പെണ്ണുങ്ങളാണ്, ബാക്കി 30 ആള് ആണുങ്ങളാണ്. 10 ആൾക്ക് ഹിന്ദി അറിയാം, ബാക്കിയുള്ള 40 ആൾക്ക് ഹിന്ദി അറിയില്ല. ആ ഇതിൽ 15 ആള് ടീച്ചർമാരാണ്, ബാക്കി 35 ആളും ടീച്ചർമാരല്ല, വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുന്നവർ. ഓക്കെ, വേറെ ഏതെങ്കിലുമൊക്കെ ഒരു പക്ഷേ സെനറ്റിലേക്കോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റിലേക്കോ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരിൽ നിന്ന് ഒരാളെടുക്കും, സ്പോർട്സിൽ നിന്നിട്ടും ഒരാളെടുക്കും. അങ്ങനെ പലതിൽ നിന്നായിട്ട് എന്താണ് സൊസൈറ്റിയിൽ വളരെ നല്ല നിലയും വിലയൊക്കെയുള്ള ഒരാളെടുക്കും. അങ്ങനെയാണ് ആൾക്കാർ എടുക്കുന്നത്. അപ്പം ഇവിടെ ഒരാളെടുക്കുകയാണ്, 50 ആളിൽ നിന്നിട്ടാണ് എടുക്കുന്നത്. ഈ 50 ആളുടെ പ്രത്യേകതകളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് പറയാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സെലക്ടഡ് പേഴ്സൺ ഈസ് എ ഹിന്ദി നോയിങ് വുമൺ ടീച്ചർ. നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യാൻ പോവാണ്, അതൊരു ടീച്ചർ ആയിരിക്കണം. ആകെ 15 ടീച്ചർമാരേ ഉള്ളൂ കേട്ടോ. ടീച്ചർ ആയിരിക്കണം, കഴിഞ്ഞില്ല. അതൊരു ലേഡി ആയിരിക്കണം, 20 പെണ്ണുങ്ങളേ ഉള്ളൂ, അതൊരു ലേഡി ആയിരിക്കണം, കഴിഞ്ഞില്ല. ആൻഡ് ഷീ ഷുഡ് നോ ഹിന്ദി, ഹിന്ദി അറിഞ്ഞിരിക്കുകയും വേണം. ഓക്കെ, അപ്പം നമ്മളിവിടെ എഴുതി. നമുക്ക് എന്താ കിട്ടേണ്ടത്? പ്രോബബിലിറ്റി ഓഫ്, ഇങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് എന്ന് എഴുതാം. ഹിന്ദി നോയിങ് woman teacher is equal to, എന്താ ഇതിന്റെ പ്രത്യേകത? പ്രോബബിലിറ്റി ഓഫ് എ ഹിന്ദി നോയിങ് വുമൺ ടീച്ചർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഹിന്ദി നോയിങ്, ഹിന്ദി അറിഞ്ഞിരിക്കുകയും, വുമൺ സ്ത്രീ ആയിരിക്കുകയും, ആൻഡ് ടീച്ചർ ആയിരിക്കുകയും. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് വലുത് മനസ്സിലായ? എന്ന് ഞാൻ ആവർത്തിക്കുന്നത് ദാറ്റ് ഈസ് മെന്റ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഹിന്ദി നോയിങ്, ഒന്നുകൂടി വൃത്തിയായിട്ട് ഞാൻ എഴുതുന്നു, ആൻഡ് വുമൺ, കഴിഞ്ഞോ? ഇല്ല, ആൻഡ് ടീച്ചർ. പ്രോബബിലിറ്റി ഓഫ് എ ഹിന്ദി നോയിങ് പേഴ്സൺ, പ്രോബബിലിറ്റി ഓഫ് എ വുമൺ ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ടീച്ചർ. ഇത് മൂന്നാണ്. ഈ ആൻഡ് ഇവിടെ കൊടുത്ത്, ഇവിടെ ഒരു കോമയാണ് ഇടാട്ടെ. ആക്ച്വലി ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഞാനിങ്ങനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആൻഡ് എന്ന് കാണിച്ചതാണ്. നമ്മൾ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പോവാണ്. ഈസ് ഈക്വൽ ടു, ഹിന്ദി അറിയുന്ന ആളെ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. കാരണം ഹിന്ദി അറിയുന്ന ആളായിരിക്കണല്ലോ. ഹിന്ദി അറിയുന്ന എത്ര ആളുണ്ട്? 10 of them know ഹിന്ദി. 10 ആളിൽ നിന്നും നമുക്ക് ഒരാളെ കിട്ടണം. ശരിയല്ലേ? 10 തന്നെയാണത്. ഇൻറ്റു, ഒരൊറ്റ മിനിറ്റ് കേട്ടോ, ഒരു ഈ പാനിക്ക് എന്തോ ഒരു പ്രശ്ന കാര്യമായിട്ടാണ്. അതെല്ലാം അപ്പോഴേക്ക് ആരോ എടുത്തു. നോക്കട്ടെ
എന്താ ശരിയാവും നോക്കട്ടെ. വേറൊരു പേന എടുത്തിട്ട് നോക്കാം. തെളിച്ചം കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്താ പറഞ്ഞ, ആദ്യത്തേത് ഹിന്ദി നോയിങ്. 10 ആൾക്കാണ് ഹിന്ദി അറിയുന്നത്. ആകെ എത്ര ആളില്? ഇത് നല്ല പേനയാണ്. 50 ആളിൽ ഒരാള്. ഓക്കെ, 10/50 തന്നെയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാ. ആൻഡ് ഇൻറ്റു 2 വുമൺ ആയിരിക്കണം. എത്ര ആള് വുമൺ ഉണ്ട്? 20 നിന്നായിരിക്കണം ആ ഒരാൾ എടുക്കേണ്ടത്. ബൈ 50 നിന്നും ഒരാള് ഇൻറ്റു. ഇനി ടീച്ചർ ആയിരിക്കണം. ടീച്ചർ ആകാത്തതുണ്ട് 15 C1. ഇവിടെ C1 ഒന്നും എഴുതേണ്ട കാര്യമില്ല കേട്ടോ. ഞാനിതിങ്ങനെ എഴുതി വന്നപ്പോൾ എഴുതിയതാ. ഇതിൻ്റെ എത്ര കിട്ടാ? 10/15 ഇൻറ്റു 20/15 ഇൻറ്റു 15/50. ഇനി എന്താണ്? ഈ 0 വെട്ടിക്കളയാം. നമുക്ക് ഈ 0 വെട്ടിക്കളയാം. 15 ഇൻറ്റു 2 30 ബൈ 5 25 ഇൻറ്റു 5 125 1250. ഈ 0 വേണമെങ്കിൽ വെട്ടിക്കളയാം. എന്നിട്ട് അപ്പം എന്താ? 3/125. 0 വെട്ടിക്കളഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കേട്ടല്ലോ. ഈ ഒരു കുട്ടിക്ക് തോന്നി ഇത് 3 കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു 3000 കിട്ടി. ഇത് 3 കൂടി അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു 1,25,000 ഇതും കിട്ടി. അങ്ങനെ എഴുതി വെച്ചോളൂ, അതിലൊരു കുറ്റമൊന്നുമില്ല. രണ്ടാമത്തെ പ്രോബ്ലവും കഴിഞ്ഞു. ഓക്കെ, തന്നെ ഒന്ന് ചെയ്തു നോക്കാം. എന്നിട്ട് സംശയം വല്ലതുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ആരും സംശയം ചോദിക്കുന്നൊന്നുമില്ല. മൂന്നാമത്തെ ഒരു പ്രോബ്ലം നോക്കാം. മൂന്നാമത്തെ പ്രോബ്ലത്തിൽ നിർത്തിയിട്ട് നാലാമത്തേത് നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. അതാ നല്ലത്. നോക്കൂ, എ എന്ന് പറയുന്നത് ദാറ്റ്സ് പേഴ്സൺ. ഒരു ആളുടെ പേരായിട്ട് നമ്മൾ സങ്കല്പിക്കുക. എ സ്പീക്സ് ട്രൂത്ത് ഇൻ 70% കേസസ് ആൻഡ് ബി സ്പീക്സ് ട്രൂത്ത് ഇൻ 85% കേസസ്. എ എന്ന് പറയുന്ന ആൾക്കൊരു പ്രത്യേകത ഉണ്ട്. അയാളൊരു കാര്യം പറയണമെങ്കിൽ അതിൽ 75% സത്യം ഉണ്ടായിരിക്കും. ബാക്കി 30% അയാൾ പറയണം നുണയാണ്. ബി എങ്ങനെയാണ്? ബിക്ക് പറയുന്നതിൽ 85% സത്യമാണ്, 15% അയാൾ പറയണത് നുണയാണ്. കേട്ടല്ലോ. In what percentage of cases they contradict each other? What percentage of cases? എത്ര ശതമാനം കേസുകളിൽ? ആദ്യം പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ട് വേണം പെർസെൻറ്റേജ് കാണാൻ. What percentage of cases they contradict each other? എന്താണ് ഈ കോൺട്രഡിക്റ്റ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം എന്താണ്? കോൺട്രഡിക്റ്റ് ചെയ്യാൻ അർത്ഥം ഒരു ആള് പറയുന്നതിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രഡിക്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഒരാൾ പറയുന്നതിന് നേരെ വിപരീതമായിട്ട് മറ്റേ ആള് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്റ്റ് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോഴാണ്. അപ്പം ഒരാൾ പറയുന്നതിന് നേരെ വിപരീതമായിട്ട് പറയുന്നു. ഇനി ചോദ്യം, വാട്ട് പെർസെൻറ്റേജ് ഓഫ് കേസസ് ദേ കോൺട്രഡിക്റ്റ് ഈച്ച് അതർ സ്റ്റേറ്റിംഗ് ദ സെയിം ഫാക്ട്? ഒരേ കാര്യത്തിൽ ഇവർ എപ്പോഴാണ് കോൺട്രഡിക്റ്റ് ആവുന്നത്? കോൺട്രഡിക്റ്റ് ആവുന്ന പറഞ്ഞാൽ ഞാൻ അർത്ഥം പറഞ്ഞു. ഒരാൾ പറയുന്നതിന് എതിരായിട്ട് മറ്റേ ആൾ പറയുന്നതിനാണ് നമ്മൾ കോൺട്രഡിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം എ സത്യം പറയാം. എപ്പോഴാണ് കോൺട്രഡിക്റ്റ് ആവുന്നതെന്ന് പറയുന്നത്? എ സത്യം പറയുകയും ബി നുണ പറയുകയും ചെയ്യുമ്പോഴാണ് കോൺട്രഡിക്റ്റ് ആവുക. അത് മാത്രമാണോ കോൺട്രഡിക്റ്റ്? എ സത്യം പറയുകയും ബി നുണ പറയുകയും ചെയ്യുകയും, അല്ലെങ്കിൽ എ നുണ പറയുകയും ബി സത്യം പറയുകയും. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. പ്രോബബിലിറ്റിയുടെ പ്രത്യേകത അതാണ്, ഒന്നിൽ കൂടുതൽ ഇതുണ്ടായിരിക്കും. കേട്ടല്ലോ. ആദ്യം എന്താ പറഞ്ഞത്? ഇവർ തമ്മിൽ കോൺട്രഡിക്റ്റ് ആകണമെങ്കിൽ, ഒരാൾ പറയുന്നതിന് എതിരായിട്ട് മറ്റേ പറയണമെങ്കിൽ അതിൻ്റെ സാധ്യതയാണ് ഒരു പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നത്. പ്രോബബിലിറ്റി കിട്ടിയതിന് ശേഷം നമുക്ക് പെർസെൻറ്റേജിൽ കിടക്കാം. അതിൻ്റെ പ്രോബബിലിറ്റി ചോദിക്കുമ്പോൾ എ സത്യം പറയുകയും, ഞാൻ ആവർത്തിക്കുകയാണ്, ആൻഡ് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയണം, ഇൻഡുവിനെ ഉദ്ദേശിക്കുന്നത്. എ സത്യം പറയുകയും ബി നുണ പറയുകയും ചെയ്യുന്നു. കഴിഞ്ഞില്ല. അല്ലെങ്കിൽ എ നുണ പറയുകയും ബി സത്യം പറയുകയും ചെയ്യുന്നു. ഈ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തിനാ? ഇതിൻ്റെ നടുക്കൊരു പ്ലസ് ചേർക്കാനാണ്. അപ്പം ഞാനിവിടെ പറയുന്നു കേട്ടോ, they contradict each other. Contradict each other.
ഈസ് ഈക്വൽ ടു ഞാൻ ഇവിടെ എഴുതുന്നു കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞ ഒരാളാണ് ടെല്ലിങ് ട്രൂത്ത്, എ സത്യം പറയുകയും ആൻഡ് ബി ടെല്ലിങ് ലൈ. കഴിഞ്ഞോ? ഇത് മാത്രമാണോ കോൺട്രഡിക്ഷൻ? അല്ല. ഓർ അതല്ലെങ്കിൽ പ്രോബബിലിറ്റി എ ടെല്ലിങ് ലൈ ആൻഡ് ബി ടെല്ലിങ് ട്രൂത്ത്. ഇപ്പോഴാണ് അവർ മുഴുവനായത്. അല്ലാണ്ട് ഇത് മാത്രം പറഞ്ഞുകൊണ്ടായില്ല. ഈ ഒരു സാധ്യതയുണ്ട്. എ സത്യം പറയുന്നു, ബി നുണ, അല്ലെങ്കിൽ എ നുണ പറയുന്നു, ബി സത്യം പറയുന്നു. ഇത് രണ്ടും നമുക്ക് കാണണം. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? എ സത്യം പറയാനുള്ള പ്രോബബിലിറ്റി ഓഫ് എ ടെല്ലിങ് ട്രൂത്ത്, എ ടെല്ലിങ് ട്രൂത്ത് അത് ആദ്യം കാണാം. എത്രയാണെന്ന് പറഞ്ഞത്? 70%. ദാറ്റ് ഈസ് 70/100 ഈസ് ഈക്വൽ ടു 0.7 ആയിട്ട് കിട്ടി. ഇനി പ്രോബബിലിറ്റി ഓഫ് എ ടെല്ലിങ് ലൈ, എ നുണ പറയാനുള്ള സാധ്യത എന്താണ്? എ ടെല്ലിങ് ലൈ, ഇയാൾ നുണ പറയാനുള്ള സാധ്യത എന്താണ്? ഒന്നിൽ നിന്നും നമ്മൾ ടെല്ലിങ് ട്രൂത്ത് കുറച്ചാൽ നുണ പറയാൻ, കാരണം സത്യവും നുണയും, സത്യം പറയുകയും നുണ പറയുകയും രണ്ടും കൂടി കൂട്ടി ഒന്നാണ്. പ്രോബബിലിറ്റി ഓഫ് സത്യം പറയുന്നു പ്ലസ് പ്രോബബിലിറ്റി ഓഫ് നുണ പറയുന്നു രണ്ടും കൂടി കൂട്ടിയ ഒന്നാണ്. ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി പ്ലസ് ഒരു ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി രണ്ടും കൂടി കൂട്ടിയ ഒന്നാണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് പ്രോബബിലിറ്റികളെല്ലാം കൂടി കൂട്ടിയാൽ ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ സത്യം പറയാനുള്ളത് 0.7 ആണെങ്കിൽ നുണ പറയാനുള്ളത് എത്രയാണ്? 1 - 0.7 ഈസ് ഈക്വൽ ടു 0.3. സത്യം പറയണതും കിട്ടി, നുണ പറയണതും കിട്ടി. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ബി ടെല്ലിങ് ട്രൂത്ത്. അത് നമുക്ക് തന്നിട്ടുണ്ട് 85%. 85/100 ഈസ് ഈക്വൽ ടു 0.85. ഇനി പ്രോബബിലിറ്റി ഓഫ് ബി ടെല്ലിങ് ലൈ, ബി ടെല്ലിങ് ലൈ അതെന്താ പറഞ്ഞത്? 1 - 0.85 കുറച്ചാൽ വി വിൽ ബി ഹാവിങ് 0.15. ഇപ്പം എന്ത് കിട്ടി? ഇയാൾ സത്യം പറയുന്നു, അതേ ആൾ നുണ പറയാനുള്ള സാധ്യത പ്രോബബിലിറ്റി. രണ്ടാമത്തെ ആൾ സത്യം പറയുന്നു, അയാൾ തന്നെ നുണ പറയാനുള്ള സാധ്യത കിട്ടി. നമുക്ക് കിട്ടുന്ന എന്താ? എ സത്യം പറയുകയും ബി നുണ പറയുകയും, അല്ലെങ്കിൽ എ നുണ പറയുകയും ബി സത്യം പറയുകയും. ഇതാണ് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നത് കേട്ടോ. ഈസ് ഈക്വൽ ടു എ സത്യം പറയുന്നു, എ സത്യം പറയുന്നത് എത്രയാണ്? എ സത്യം പറയാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 0.7. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻറ്റു, കാണുന്നില്ല, അയ്യോ സോറി ഞാൻ അറിയാതെ ഇതെല്ലാം കണ്ട് പോയി. ഇതാണ് ഇനി എഴുതാൻ പോകുന്നത് കേട്ടോ. എ സത്യം പറയുന്നു, എ സത്യം പറയാനുള്ള എത്രയാണ്? 0.7. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻറ്റു, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു. ബി നുണ പറയുന്നു, ബി നുണ പറയാനുള്ളത് എത്രയാണ്? 0.15. ആദ്യത്തേത് കഴിഞ്ഞു. ഓറിന് പകരം പ്ലസ് എഴുതിയിട്ട് കൊടുത്തു. ഇനി പ്രോബബിലിറ്റി ഓഫ് എ ടെല്ലിങ് ലൈ, എ നുണ പറയാനുള്ളത് 0.3. ആൻഡ് ഇൻറ്റു ബി ടെല്ലിങ് ട്രൂത്ത്, ബി സത്യം പറയാനുള്ളത് 0.85. ഇതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം കിട്ടി. ആദ്യത്തെ എന്താണ്? 0.7 ഇൻറ്റു 0.3 0.15 രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.105 0.105 പ്ലസ് 105 കാണില്ലേ? 105 പ്ലസ് 0.3 ഇൻറ്റു 0.85 ഈസ് ഈക്വൽ ടു 0.255 0.255. ഇത് രണ്ടും കൂടി കൂട്ടുന്നു, ഇതിൻ്റെ കൂടെ 0.105 കൂടി കൂട്ടുമ്പോൾ 0.36 കിട്ടും. ഈസ് ഈക്വൽ ടു 0.36. നമ്മുടെ ഉത്തരമായിട്ടില്ല. ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റണം. പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 0.36 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 36 എന്ന് കിട്ടി. 36% ഉത്തരമായി. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലവും കഴിഞ്ഞു. ഇനി ഇപ്പം തന്നെ സമയം എത്രയാവത്? 34 മിനിറ്റും കഴിഞ്ഞു.
ഇതൊരെണ്ണം നിങ്ങൾ ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യാം, ചെയ്ത് നോക്കാം. ഞാൻ വായിക്കാം, ഞാനിത് ചെയ്യുന്ന രീതിയും പറഞ്ഞുതരാം, ശ്രദ്ധിക്കും. 20% of the students in a university are graduates. ഒരു യൂണിവേഴ്സിറ്റിയിൽ 20% കുട്ടികളും ഗ്രാജുവേറ്റ്, അതായത് BA BCom BSc അങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെയാണോ അങ്ങനത്തെ പുതിയ പുതിയ കോഴ്സുകൾ, BBA, നമ്മുടെ കോളേജിൽ BBA BCA അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കോഴ്സുകളുണ്ട്. അവരൊക്കെയാണ് ഡിഗ്രിക്കാർ. അവർ 20% ഉള്ളൂ എന്ത് ഗ്രാജുവേറ്റ്സ് ഉള്ളൂ. ബാക്കി 80%, ബാക്കിയുള്ള 80% അണ്ടർ ഗ്രാജുവേറ്റ്സ് ആണ്. അണ്ടർ ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് പ്രീ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു, അവരാണ് ഈ അണ്ടർ ഗ്രാജുവേറ്റ്സ്, +1 +2 എന്നാണ്. പണ്ട് കോളേജിൻ്റെ ഉള്ളിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെയായിരുന്നു പ്രീ ഡിഗ്രിയും അതുപോലെ ഡിഗ്രിയും അതുപോലെ PGയും. ഇപ്പോൾ ഈ പ്രീ ഡിഗ്രി ഒക്കെ എടുത്ത് സ്കൂളുകളിലേക്ക് മാറ്റി, അപ്പോൾ അതിന് +1 +2 എന്ന് പേര് കൊടുത്തു. പണ്ട് നമ്മുടെ കോളേജിലും പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രീ ഡിഗ്രിക്കാണ് ഉണ്ടാകുക. മാത്രമല്ല ഏറ്റവും കളർഫുൾ ആയിട്ടുള്ളത് അവരായിരിക്കും, കാരണം അവർ ഈ കോളേജിൻ്റെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് അവരുടെ ഒരു പ്രത്യേക ലോകത്തിലാണ് അവരുള്ളപ്പോഴാണ് ഈ കോളേജിനൊരു എന്താ പറയുക, ഒരു വർണ്ണങ്ങളുടെ ലോകം എന്ന് പറയുന്നത് അവരാണ്, അല്ലാതെ നിങ്ങളല്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി പക്വത വന്നു. അത് PGക്ക് ആകുമ്പോൾ വല്ലാത്ത പക്വത വന്നു, കേട്ടല്ലോ. നമ്മുടെ കോളേജിലത്തെ അവസ്ഥയല്ലേട്ടാ ഞാൻ പറഞ്ഞ, പൊതുവെ അങ്ങനെയാണ്. പക്ഷേ ഇത് പ്രീ ഡിഗ്രിക്ക് വരുന്ന കുട്ടികൾ, അവർക്ക് ഇങ്ങനെ ലോകത്തെ കുറിച്ചിട്ട് ഒരു ചിന്തയില്ല. കളിക്കണം, മറയണം, ചാടണം, എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു കുട്ടികളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക. അവരാണ് 80% ഒരു യൂണിവേഴ്സിറ്റിയിലുള്ളത്. എന്നിട്ട് പറയുകയാണേ, ദി ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ് ഗെറ്റിംഗ് മാരീഡ് has a probability of 0.5%. ഒരു കല്യാണം, ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ് BA BCom BScക്ക് പഠിക്കുന്ന കുട്ടി, അതിൻ്റെ ഇടയിൽ കല്യാണം കഴിച്ച് പോകാനുള്ള സാധ്യതകൾ 0.50, പകുതിയാണ്. 50%. 0.50 എന്ന് പറഞ്ഞാൽ 50%. പകുതി കുട്ടികളും ഡിഗ്രി കഴിയുമ്പോഴേക്കും കല്യാണം കഴിച്ച് പോകും. അങ്ങനെ തന്നെയാണ് നമ്മുടെ കോളേജിലും അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും 18 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ അങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടു കൊടുക്കും. അങ്ങനെ ഒരു 22 വയസ്സാകുമ്പോഴേക്കും 2 കുട്ടികളുടെ തള്ളയെ ആ കുട്ടിയുടെ ജീവിതം ആകെ മുരടിച്ചു. ജീവിതം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് അതിൻ്റെ തലയിൽ ഇല്ലാത്ത ഭാരം മുഴുവൻ കയറ്റി വയ്ക്കും. അങ്ങനെയൊന്നല്ല, ഒരു 10-24 വയസ്സൊക്കെ പെൺകുട്ടികൾക്ക് ആകണം. അപ്പോഴാണ് ഒരു പക്വതയ്ക്ക് ആവുള്ളൂ. ആ സമയത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുക. അതായത് 18-19 വയസ്സിലൊന്നുമില്ല. ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അവർക്ക് ഒന്നും ജീവിതം എന്താണെന്നൊന്നും അറിയിട്ട കുട്ടികൾ, എന്നിട്ടാണ് കല്യാണം കഴിച്ചു കൊടുക്കുക. ഞാൻ നമ്മുടെ കോളേജിൽ കണ്ടിരിക്കുന്ന പ്രത്യേകത, 18 വയസ്സ് കഴിയുമ്പോഴേക്കും ആ കുട്ടി ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയി കഴിഞ്ഞിരിക്കുക. അതാണ് നമ്മുടെ കോളേജിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് അങ്ങോട്ടൊന്നും കിടക്കണ്ട. അപ്പം ഇവിടെ പറയുന്നത്, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കല്യാണം കഴിച്ച് പോകാനുള്ള സാധ്യത എത്രയാണ്? 50%. അത് ഡിഗ്രി കുട്ടികളുടെ. അതേ സമയത്ത് അണ്ടർ ഗ്രാജുവേറ്റ് കുട്ടികൾക്ക് അത് 0.10, അതായത് 10% ഉള്ളൂ. അതായത് പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ 18 വയസ്സായി കാണില്ല. പിന്നെ കുറേ ചില പെൺകുട്ടികളുണ്ട് തോറ്റു പ്രീ ഡിഗ്രി +1 +2ലേക്ക് എത്തുമ്പോഴേക്കും അവൾക്ക് 19-20 വയസ്സൊക്കെ ആയി കാണും. അങ്ങനെയുള്ള കുട്ടികൾ ആ സമയമാകുമ്പോഴേക്കും വീട്ടുകാർ കരുതും ഇവള് പഠിക്കണേക്കാളും നല്ലത് ഇവളെ അമ്മയ്ക്ക് പഠിപ്പിക്കുക, MAക്ക് പഠിപ്പിക്കണേക്കാളും നല്ലത് കല്യാണം കഴിച്ച് വിടുക. അവിടെ അല്ല, പ്രീ ഡിഗ്രിക്ക് പഠിപ്പിക്കുമ്പോഴേക്കും തന്നെ കല്യാണം കഴിച്ചങ്ങ് വിടും. അതങ്ങനെയാണ്. 18 വയസ്സാവാൻ കാത്തുക്കുന്ന കുറേ ഫാമിലികളുണ്ട്. അപ്പം അവരെന്ത് ചെയ്യുന്നു, വേഗം പ്രീ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്, അതൊന്നും നോക്കണ്ട, കല്യാണം കഴിച്ചു കൊടുത്തത്, കാരണം അവൾക്ക് 18 വയസ്സായില്ലേ. പക്ഷെ അവരുടെ എണ്ണം വളരെ കുറവാണ്. അതാണ് പറഞ്ഞത്, 10% മാത്രമാണ് അണ്ടർ ഗ്രാജുവേറ്റ്സ് കല്യാണം കഴിക്കുന്നത്, കല്യാണം കഴിഞ്ഞു പോകുന്നത്. ആ സമയത്ത് ഗ്രാജുവേറ്റ്സ് 50%. ഓക്കെ. എന്നിട്ട് പറയുകയാണ്, ഇഫ് വൺ സ്റ്റുഡൻറ് ഈസ് സെലക്ടഡ് അറ്റ് റാൻഡം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡൻറ് സെലക്ടഡ് ഈസ് എ മാരീഡ്? നമ്മൾ ഇതിൽ നിന്നൊരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യുമ്പോൾ കുട്ടി കല്യാണം കഴിച്ചതായിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ത്? ആ കുട്ടീനെ ഞാൻ സെലക്ട് ചെയ്യുന്ന ആ കുട്ടി കല്യാണം കഴിച്ചിട്ടുള്ള കുട്ടി ആയിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഗ്രാജുവേറ്റ്സും ഉണ്ട് അണ്ടർ ഗ്രാജുവേറ്റ്സും ഉണ്ട്. ഇവിടുത്തെ സാധ്യതകളെ, ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആവുകയും അവർക്ക് കല്യാണം കഴിക്കാനുള്ള പ്രോബബിലിറ്റിയും ഒന്ന് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിനെ തന്നെ തിരഞ്ഞെടുക്കണമെന്നുണ്ടാ, ഓർ അണ്ടർ ഗ്രാജുവേറ്റ് ആയിരിക്കുകയും അവർ കല്യാണം കഴിക്കാനുള്ള സാധ്യതയും. ഇതാണ് അതിൻ്റെ ഉത്തരം. ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിൻ്റെ പ്രോബബിലിറ്റി ആൻഡ്, ഞാൻ പറഞ്ഞു വരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് നിങ്ങൾക്ക് കരുതുന്നു, ഇതിനപ്പുറത്ത് ഞാൻ പറയില്ല. ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആവുകയും
ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിനെ തിരഞ്ഞെടുക്കാം. അപ്പൊ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിന്റെ പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആവുകയും അവരുടെ പ്രോബബിലിറ്റി നമ്മൾ എഴുത പ്രോബബിലിറ്റി ഓഫ് എ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ് ആൻഡ് ഗെറ്റിംഗ് മാരീഡ്, അവര് കല്യാണം കഴിക്കാനുള്ള പ്രോബബിലിറ്റി. ഓർ അത് തന്നെ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ് തന്നെ ആവണമെന്നുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഒരു ഓർ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ് ആകാനുള്ള പ്രോബബിലിറ്റി അത് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അവര് കല്യാണം കഴിക്കാനുള്ള ഗെറ്റിംഗ് മാരീഡ്, അവർ കല്യാണം കഴിക്കാനുള്ള പ്രോബബിലിറ്റി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് ദ ആൻസർ. എനിക്ക് ഇനി നിങ്ങൾ അയച്ചു തരേണ്ടി വരും, കാരണം ഞാൻ നാളെ തൊട്ട് കോളേജിൽ പോയിരിക്കാൻ പോവാം. ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ അയച്ചു തരുന്നുണ്ടോ എന്നുള്ളത് അവിടുത്തെ എന്താണ് ടീച്ചറുടെ ടീച്ചർ വൈസ് പ്രിൻസിപ്പൾ ചെക്ക് ചെയ്യാനൊക്കെ വരേണ്ടതൊക്കെ കേട്ടത്. അതുകൊണ്ട് കഴിയുന്നതും ആ പീരീഡ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളൊന്ന് അയച്ചു തരാനായിട്ട് ശ്രമിക്കുക, കേട്ടല്ലോ. അപ്പം ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ദെൻ വി വിൽ സീ നെക്സ്റ്റ് ഡേ.